ആട് 3 ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ തവിട് പൊടിയാവും. അമ്മാതിരി ഒരു സ്ക്രിപ്റ്റ്, 3 കാലഘട്ടം, അതിനകത്തൊരു ടൈം ട്രാവലർ. ഇത്രയതിനകത്ത് കൊണ്ടുപോകേണ്ടത് ആരൊക്കെയാ? ബാലരമയിൽ ശിക്കാരി ശംഭുവിന് സമാനമായിട്ടുള്ള ഒരു കൂട്ടം ക്യാരക്ടറുകൾ. എന്നാൽ ഈ ക്യാരക്ടറുകളുടെ ഹാസ്യവും ഈ ക്യാരക്ടറുകളുടെ ബിൽഡപ്പും ഇതെല്ലാം വ്യക്തമായിട്ട് ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്യുക തന്നെ വേണം. അതെന്തായാലും ഒരു 95% പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇതിപ്പം പഴയ രീതിയിലുള്ളൊരു സിനിമയിലുള്ളൊരു സ്ക്രിപ്റ്റ് തന്നെ, അതായത് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ വടംവലിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവരുടെ മണ്ടത്തരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്ക്രിപ്റ്റ്. എന്നാൽ 1, 2 ആവർത്തിച്ചതുപോലെ 3-ാമത്തേതിൽ ആവർത്തിക്കാതിരിക്കാനായിട്ട് അതിനിടയിൽ കൂടെ ഒരു കാലഘട്ടം കൂടെ കുത്തിക്കയറ്റി എടുത്ത്. കാരണം കൂടുതലും ആൾക്കാർ, അതായത് കണ്ടുകൊണ്ടിരുന്ന ആൾക്കാർ ചിരിച്ചതും എൻ്റർടൈൻ ചെയ്തതും നമ്മുടെ പഴയ ശൈലി, അതായത് ഷാജി പാപ്പൻ്റെ പിള്ളേർ, സർബത്ത് ഷമീർ, ഈ പറയുന്ന ബാക്കിയുള്ള വ്യക്തികൾ, അതാണ് നല്ല രീതിയിൽ ജനങ്ങൾ എൻ്റർടൈൻ ചെയ്തത്. എന്നാൽ അതിന് സമാനമായിട്ട് ഈ കഥയ്ക്കകത്ത് തന്നെ തൊട്ടപ്പുറത്ത് വേറൊരു ഭാഗമുണ്ട്. ഇവരുടെ ഈ ടൈം ട്രാവലറും കാലം കൊണ്ടുവന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സാധനമുണ്ട്. ഈ സാധനത്തിനകത്ത് ചെറിയ ലാഗുണ്ട്. ചെറിയ ലാഗല്ല, അത്യാവശ്യം ഫസ്റ്റ് ഹാഫിനകത്ത് നല്ലൊരു ലാഗ് ഫീൽ ചെയ്തു. ഒന്നത്തെ കാര്യം ഫസ്റ്റ് ഹാഫ് എനിക്കൊന്ന് 1.5 മണിക്കൂർ കൂടുതലും കണ്ടുണ്ടായിരുന്നു തോന്നുന്നു. ഫസ്റ്റ് ഹാഫ് തന്നെ ഒന്ന് മൂത്രമൊഴിക്കാനിരുന്ന് വിഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. പിന്നെ ഇടയ്ക്കൊക്കെ ലാഗ് അടിച്ച് ഉറക്കം വരുന്ന സിറ്റുവേഷൻ വരുന്നത്. എന്നാൽ സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്കിനും ഈ സംഭവങ്ങളൊക്കെ മാറി കളറായി. ഈ സിനിമ തീർന്നപ്പോഴത്തേക്ക് അയ്യോ ഇത് തീർന്നു പോയോ, എന്ത് പറ്റി ഇങ്ങനെ അവസാനിപ്പിച്ചു എന്നൊരു ഫീൽ എനിക്ക് ക്രിയേറ്റ് ആയി കേട്ടോ. കാരണം അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോഴത്തേനും നമ്മുടെ സിനിമ എന്ന് പറയുന്നത് എന്തുവാ, അങ്ങ് നമ്മളെ അങ്ങ് ഒന്നെങ്കിൽ വിഷമിപ്പിക്കും, ഇല്ലെങ്കിൽ ഒരു സ്റ്റണ്ടൊക്കെ കണ്ടങ്ങ് ഭയങ്കര ഇതാക്കുമല്ലോ, അങ്ങനെയല്ലേ ക്ലോസ് ചെയ്യുന്നത്. ഇത് ചിരിച്ച് അതിന്റെ നരകന്തല കയറി ഇരുന്നപ്പോഴത്തേന് ദാണ്ട സിനിമ തീർന്നെന്ന് പറഞ്ഞ് എഴുതി കാണിക്കുന്ന അടുത്ത ഇനി ആട് 3യുടെ സെക്കൻഡ് പാർട്ടിൽ നിന്ന് അതൊരുമാതിരി മറ്റേ പരിപാടിയായിപ്പോയി കേട്ടോ. പിന്നെ ഒരു അവസരത്തിൽ ഈ ഡ്യൂഡ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ, അതായത് വിനായകന്റെ സിനിമയാണോ എന്ന് വരെ ഞാൻ ചിന്തിച്ചു പോയി. കാരണം ഓരോ കാലഘട്ടത്തിലും ഈ എല്ലാ ക്യാരക്ടേഴ്സിനെയും ഓരോ രീതിയിൽ ഈ സിനിമയിൽ അവതരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ കാണിച്ച 2 കാലഘട്ടത്തിനകത്തും നല്ല രീതിക്ക് കയ്യടി കിട്ടുകയും ആ കയ്യടി കിട്ടുന്നത് പോരാഞ്ഞിട്ട് ഈ ഡ്യൂഡിനെ പഴയ സീരീസിൽ കണ്ടതുപോലെ തന്നെ ഒരു കടയിൽ പണിക്കാരനായിട്ട് നിൽക്കുന്നത് ഇതിനകത്തും കാണിക്കുന്നുണ്ട്. എന്നാൽ അവിടെ കിട്ടാത്തൊരു കയ്യടി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ വിനായകൻ ഒരു ഡ്യൂഡായിട്ട് ഇറങ്ങുമല്ലോ, ആ ഡ്യൂഡായിട്ട് ഇറങ്ങുന്ന സമയത്ത് കിട്ടുന്ന കയ്യടി കണ്ടു കഴിഞ്ഞാൽ ഒരു അവസരത്തിൽ നമ്മൾ വിചാരിക്കും ഇത് ഡ്യൂഡിൻ്റെ സിനിമയാണോ എന്ന്. കാരണം അമ്മാതിരി നല്ലൊരു പ്രസൻസ് ഉണ്ട്. ആ ഒരു പ്രസൻസ് ജനങ്ങൾക്ക് നല്ല രീതിയിൽ കൺവിൻസും ആവുന്നുണ്ട്. അത് വളരെ ഗംഭീരമായിട്ടുള്ള കാര്യം. പിന്നെ ഷാജി പാപ്പൻ ഒരു അവസരത്തിൽ ഈ ജയസൂര്യെ സംബന്ധിച്ച് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ചെയ്ത് തേർഡിലേക്ക് വരുമ്പോഴത്തേക്ക് എവിടെങ്കിലുമൊക്കെ ഒരു മാറ്റം വരട്ടെ, മനുഷ്യ ഉള്ള കാര്യം പറയാം, എവിടെങ്കിലുമൊക്കെ ഒരു മാറ്റം വരട്ടെ. ഇത് ഒരു മാറ്റവും വരുന്നില്ല. അതായത് ആ ഫസ്റ്റ് കണ്ട് സെക്കൻഡ് കണ്ട് ഏതാണ്ട് ഒരു 3-4 മാസം കഴിഞ്ഞപ്പോഴത്തേക്കിന് അതിൻ്റെ തേർഡ് അഭിനയിച്ച പോലെയാണ്. കാരണം ആ എക്സ്പ്രഷൻ ആയാലും ഷാജി പാപ്പനായിട്ടുള്ള ആ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു രീതി, ആ വണ്ടി ഓട്ടിക്കുന്ന ഇതെല്ലാം ഇപ്പം എന്നെ സംബന്ധിച്ച് ഇതെല്ലാം മറ്റേ ബാലരമയ്ക്കകത്തുള്ള ഓരോ ക്യാരക്ടറുകളാണ് മനസ്സിലേക്ക് കയറിപ്പോയി. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഈ റിപ്പീറ്റ് വാല്യൂ ഉള്ള സിനിമയാണ് ഈ ആട് 1 ആണെങ്കിലും 2 ആണെങ്കിലും. ഉള്ള കാര്യം പറഞ്ഞാൽ ഞാൻ ചോറ് കഴിക്കുമ്പോഴത്തേക്കിന് മിക്കപ്പോഴും ഈ സിനിമയുടെ ഓരോ ഭാഗങ്ങൾ എടുത്ത് വെച്ചാൽ കാണുന്നത്. അതുപോലെ തന്നെ ഈ സീരീസും നല്ല രീതിക്ക് റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. തീർച്ചയായിട്ടും ആൾക്കാർ കാണും. ഫാമിലി ആയിട്ട് നിങ്ങൾക്ക് പോയിരുന്ന് ഒന്ന് എൻ്റർടൈൻ ചെയ്ത് ചിരിക്കാൻ പറ്റിയ ഒരു സാധനം ഇതിനകത്തുണ്ട്. അതുകൊണ്ട് ഇതിന് റിപ്പീറ്റ് വാച്ച് ഉണ്ട്. ഇത് മൊബൈലിലൊക്കെ ഇനി നല്ല രീതിയിൽ കിടന്ന് ഓടുകയും ചെയ്യും. അപ്പം ഞാൻ അങ്ങനെ എനിക്ക് ഇന്നലെയും കൂടെ ഞാൻ ആട് കണ്ട്, എന്നിട്ട് കണ്ടിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് ആ കണ്ട ഷാജി പാപ്പൻ തന്നെ ഇതിനകത്ത് ആൾക്ക് വേറെ മാറ്റമൊന്നുമില്ല. ആ എക്സ്പ്രഷൻ ആണെങ്കിലും ശരി, അഭിനയമാണെങ്കിലും ശരി, അതിനകത്തൊന്നും ഒരു സംഭവം പോലും മാറുന്നില്ല. എന്നാൽ എനിക്ക് ഈ പറയുന്ന അബുവിൻ്റെ അഭിനയത്തിലും നല്ല രീതിയിൽ മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു എനിക്കൊന്ന് ഇച്ചിരി കൂടെ സൈസ് വെച്ചിട്ടുണ്ട് ആൾക്ക്. അപ്പം അതിൻ്റെതായ ഒരു ചെറിയ മാറ്റം വ്യക്തമായിട്ട് അതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നാൽ ഷാജി പാപ്പൻ അങ്ങനെ ഒരു സാധനമില്ല. ഈ പറയുന്ന വിനായകനാണെങ്കിലും ശരി ഒരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. അന്ന് കണ്ട ആ ഒരു ലുക്കൊന്നും അല്ല ഇപ്പം അതിനകത്തൊരു നല്ല രീതിയിലൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. ഇതൊന്നുമല്ലാതെ ജയസൂര്യ ഒന്ന് കൃത്യമായിട്ട് ആ സാധനം എന്തോ വേണ്ട, ഷാജി പാപ്പൻ എങ്ങനെയാണോ ഉള്ളതെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഷാജി പാപ്പൻ്റെ അതേ സാധനം എടുത്ത് നമുക്കിടയിലേക്ക് ഇട്ട് തന്നത് ഇതാണ് സാധനം. ഇതിനകത്ത് മാറ്റമൊന്നുമില്ല. ഇനി അടുത്ത 3 ഇറങ്ങിയാലും 4 ഇറങ്ങിയാലും ഷാജി പാപ്പൻ തന്നെ. ആ നടുവേദനയാണെങ്കിലും ശരി, ആ എക്സ്പ്രഷനാണെങ്കിലും ശരി, ആ ഡയലോഗുകളാണെങ്കിലും ശരി, ഈ കോമഡി പറയുന്നത് മാത്രമല്ല അത് കറക്റ്റ് ടൈമിൽ അടിക്കണമല്ലോ. അടിച്ചാൽ മാത്രമല്ല ആൾക്കാർ ചിരിക്കത്തുള്ളൂ. ആ സാധനങ്ങളൊക്കെ ആണെങ്കിലും ശരി. പിന്നെ ഇതിനകത്ത് കൂടുതൽ എൻ്റർടൈൻ ചെയ്യിപ്പിച്ചത് ഒരു വലിയൊരു പുഴയുടെ അപ്പുറം നിന്നുകൊണ്ടുള്ള ഒരു പരിപാടിയുണ്ട്. നിങ്ങളത് തിയേറ്ററിൽ പോയി തന്നെ കാണുന്നത്. അത്യാവശ്യം പറയല്ലോ, തിയേറ്റർ കിടന്ന് പൊട്ടിച്ചിരിച്ചു കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കൊഞ്ഞണം കുത്തുന്നതിന് ആൾക്കാർ ചിരിക്കുന്നത്. അമ്മാതിരി ആയിട്ടൊക്കെ അതൊക്കെ ഇഷ്ടപ്പെട്ട് അങ്ങനെ പറഞ്ഞില്ല, അങ്ങനെ ചിരിച്ച് ആ ഒരു ചിരിയുടെ മൂർദ്ധക്യാവസ്ഥയിലേക്ക് വന്ന് നിൽക്കുമ്പോഴത്തേന് പടം തീർന്നു എഴുതി കാണിക്കും. അത് മറ്റേ പരിപാടി ആയിപ്പോയി കേട്ടോ. പിന്നെ ക്യാപ്റ്റൻ ക്ലീറ്റസിൻ്റെ കോമഡികളൊന്നും ഇത്തവണ വലുതായിട്ട് ഇറച്ചിട്ടില്ല. അത് വളരെ നഗ്നമായ സത്യമാണ്.
പിന്നെ സാത്താൻ സേവിയറിനകത്ത് മുട്ടക്കാട്ടം ബിൽഡപ്പ് തന്നെ, മുട്ടക്കാട്ടം ബിൽഡപ്പ്, മുടി വെച്ച് ബിൽഡപ്പ്, താടി വെച്ച് ബിൽഡപ്പ്, ആറ്റിറ്റ്യൂഡ് കൊണ്ട് ബിൽഡപ്പ്, തോക്ക് കൊണ്ട് ബിൽഡപ്പ്. പക്ഷെ എൻഡ് ഓഫ് ദി ഡേ കോമാളി തന്നെ. അത് അതുപോലെ തന്നെ ഇതിനകത്ത് വർക്കൗട്ട് ആയിട്ട് പിന്നെ സാത്താൻ സേവിയറിന്റെ 2 അനുയായികളായിട്ടുള്ള വ്യക്തികൾക്കും ഒരു മാറ്റവും ഇല്ല. ആ സിനിമയിൽ നിന്ന് ആ ഷർട്ട് മുണ്ടും ഇട്ടോണ്ട് ആ സിനിമയുടെ ബാക്കിയായിട്ട് അഭിനയിച്ച പോലെ തന്നെ 2 പേർക്കും ഒരു മാറ്റവും ഇല്ല. അത് തന്നെ ഈവൻ എക്സ്പ്രഷനാണ് ശരി. അവന് ഭയങ്കര ഇടട്ടായിരുന്നു. ബിജുക്കുട്ടൻ്റെ മറ്റേ ചേട്ടൻ മറന്നുപോയി, സെറ്റ് പരിപാടിയായിരുന്നു കേട്ടോ. അവരുടെ 2 പറയുന്ന കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ അതും നല്ല രീതിയിൽ കൺവിൻസ് ആവുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ സീരീസിനകത്ത് കണക്ക് തീർക്കാനുള്ള പലതും ഇതിനകത്തും കൊണ്ടുവന്നിട്ട് കണക്ക് തീർത്ത് അവരതങ്ങ് അവസാനിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഓവറോൾ ഒരു ഫാമിലി എൻ്റർടൈനറാണ്. നിങ്ങൾക്ക് പോയി കാണാം, നല്ല അടിപൊളിയായിട്ട് കാണാം. ഒരു പാട്ട് സീനൊക്കെ ഉണ്ട്. അപ്പം ശരി.